കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ എം ലിജു, രാഹുൽ മാങ്കൂട്ടം നാളെ നിയമസഭയിൽ വരുമോ ഇല്ലയോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ രാഹുലിന്റെ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ. അദ്ദേഹത്തിന് നിയമസഭാംഗത്വത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ് സഭയിലെടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിയമസഭാ സമ്മേളനം നിരവധി പ്രശ്നങ്ങൾ ഉയർത്തേണ്ട ഒരു സമ്മേളന സമയമാണ് ഇത്തവണ. നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ സംസ്ഥാന വ്യാപകമായ മസ്തിഷ്ക ജ്വരം, അമീബിക് ജ്വരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വം ഇല്ലാതിരിക്കുന്ന സാഹചര്യം. പോലീസ് അട്രോസിറ്റി കേരളത്തിലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഭീകരമായ പോലീസ് മർദ്ദനമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതും. അപ്പോ അതുപോലെയുള്ള നിരവധി കാർഷിക മേഖലയിലെ നിരവധി പ്രതിസന്ധികൾ, നെല്ലെടുപ്പ് ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ ഇത്തരം ജീവൽ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് നിയമസഭയിൽ ഉന്നയിക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യവും. പക്ഷേ അവിടെ മറുപടി പറയേണ്ടി വരും. താങ്കൾ സൂചിപ്പിച്ചത് കറക്റ്റാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ ചർച്ചയാവും. സംസ്ഥാന വിവാദങ്ങൾ അതൊക്കെയാണല്ലോ നിയമസഭയുടെ ഒരു പതിവ്. പക്ഷേ അതിനപ്പുറം കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം എന്നൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നിലില്ലേ? ഈ വിഷയത്തിൽ നിങ്ങൾ പുറത്ത് സ്വീകരിച്ച ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസിൽ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആരോപണ വിധേയനെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു. സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞാൽ അന്തിമമായ തീരുമാനമുണ്ടാകും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി എടുക്കേണ്ട നടപടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ സമയത്താണ് മാത്രമേ കോൺഗ്രസിന് കണക്കിലെടുക്കാൻ സാധ്യമേ ഉള്ളൂ. അതാണല്ലോ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതാണല്ലോ. പക്ഷേ അപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുണ്ടെങ്കിൽ അവരിപ്പോ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണം കൂടുതൽ മുന്നോട്ട് വന്ന് തെളിവുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനനുസൃതമായി പ്രതികരിക്കും. പക്ഷെ അതല്ലല്ലോ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള പോലീസ് സേന കേരളത്തിൽ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, പിന്നെ അമീബിക് ജ്വരം നമുക്കറിയാം. നമുക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ഒരു സ്രോതസ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം നിരവധി മനുഷ്യർ ഇവിടെ ഈ സംസ്ഥാനത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ആരോഗ്യമന്ത്രി ആകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ഇന്നത്തെ അമീബിക് മരണ പരമ്പരയുടെ കാരണക്കാരെന്ന് പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. അപ്പൊ നമുക്കെല്ലാം ബാധിക്കാവുന്ന ഇപ്പൊ ഈ ഇതെന്ന് പറയുന്നത് ഇപ്പൊ അവരിൽ മാത്രം ഒതുങ്ങിയിരിക്കും. ഇപ്പൊ നമ്മള് മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സമൂഹത്തിനും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് എവിടെ നിന്ന് കുളിച്ചാലും, ഒരു കുളിമുറിയിൽ നിന്ന് കുളിച്ചാൽ പോലും നമ്മൾ അമീബിക് ജ്വരബാധിതരാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു പോകുമ്പോൾ അതാണോ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഏതാണ് പ്രാധാന്യം അറിയിക്കുന്നത്? ഇസ്ലേപ്പെടുത്തുന്ന ഇത്തരം കഥകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ഗോസിപ്പുകൾക്കപ്പുറത്ത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ അമീബിക് ജ്വരം പോലൊരു പ്രശ്നം, അല്ലെങ്കിൽ പോലീസ് ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, നാട്ടിലെ അഴിമതി. ഇപ്പൊ തന്നെ CPM-ന്റെ നേതാക്കന്മാരെ കുറിച്ച് DYFI ജില്ലാ സെക്രട്ടറി അല്ലേ പറയുന്നത്? കപ്പലിന്റെ വിറ്റ് നടക്കുന്നവർ കോടീശ്വരന്മാരാവുന്നു, നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങൾ പൊട്ടിത്തകർന്നു പോകുന്നു. അതിൽ നമ്മൾ ഏതാണ് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്? ശ്രവണസുഖമോ നയനസുഖത്തിനോ അപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? അതാണ് നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതിൽ ഈ പോലീസ് അട്രോസിറ്റി വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിഷയമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഉന്നയിക്കുക. ഈ വിഷയത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു സഭാ സമ്മേളനം, ആ ഒരു ആർജവം പ്രതിപക്ഷം ഏറ്റെടുക്കുമോ സഭയിൽ? 100% പ്രതിപക്ഷം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ഈ ഒരു പോലീസ് അട്രോസിറ്റിയുടെ വിഷയങ്ങൾ പുറത്തു വന്നത് പോലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികൾ നടത്തിയൊരു പോരാട്ടമാണല്ലോ ഈ CCTV ദൃശ്യങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇത്തരം ഒരു വിഷയം പുറത്തു വന്നപ്പോ അടൂരിൽ മരണം ജോയൽ എന്ന് പറയുന്നത് DYFI-കാരനെ ഇടിച്ചു എന്നാണ് ആരോപണം. തിരുച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരനെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മകന്റെ മുമ്പ് വെച്ച് പിതാവിനെ മർദ്ദിക്കുന്നു. സംസ്ഥാനത്താകമാനം പോലീസ് പേപ്പട്ടികളെ പോലെ ഓടി നടന്ന ആളുകളെ ആക്രമിക്കുകയാണ്. എന്നാൽ തീവ്രവാദികളെ പോലെയാണ് KSU കുട്ടികളെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയും പോലീസ് സെല്ലുകൾ കൊലയറകളായി മാറിപ്പോവുകയും ചെയ്യുമ്പോൾ അതൊക്കെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളായിരിക്കും പ്രതിപക്ഷം നിയമസഭ ഉയർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടി വെറുതെ പണ്ട് സോളാർ കേസിൽ പറഞ്ഞതുപോലെ എന്നുള്ള ഇത്തരം ഗോസിപ്പ് പറഞ്ഞ് കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഇതും അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ജനം അംഗീകരിക്കില്ല. ഇപ്പൊ അതിന് ആ ഒരു ട്രെൻഡൊക്കെ പോയി. പക്ഷേ ഒരു കാര്യം ശ്രീ എം ലിജു, ഇതൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ മാങ്കൂട്ടം, ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പങ്കെടുക്കണമോ വേണ്ടയോ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി രാഹുലിന് എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ?
അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒഫീഷ്യലായത് KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മാത്രമേ ആ കാര്യത്തിൽ പാർലമെന്ററി പാർട്ടിയുടെ മുൻ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ ആ പാർലമെന്ററി പാർട്ടിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവും പാർട്ടിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഔദ്യോഗികമായി KPC പ്രസിഡന്റും പറയുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കീഴടക്കം. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല, അത് പറയുകയുമില്ല. അല്ല, പക്ഷേ എനിക്കറിയാം താങ്കൾക്ക് ഈ നേതൃത്വം പറയട്ടെ എന്നതായിരിക്കാം സ്റ്റാൻഡ്. ഒരു കാര്യം കൂടി, ഇതിൽ വന്നാൽ സംരക്ഷിക്കുമെന്ന സ്റ്റാൻഡ് എടുത്ത അടൂർ പ്രകാശിനെ പോലെയുള്ള UDF കൺവീനർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരു ആശയക്കുഴപ്പം ഇതിലുണ്ടോ? രാഹുൽ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം കൊടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കത് കൃത്യമായ നിലപാടുണ്ട്. നമ്മളത് പറയേണ്ടവരാണ് പറയേണ്ടത്. നമ്മളെല്ലാവരും വാളെടുത്തവർക്കെല്ലാം വെളിച്ചപ്പെടാൻ സാധിക്കില്ല. ഉത്തരവാദിത്വമുള്ള ആളുകൾ UDFനെ സംബന്ധിച്ച് UDF ചെയർമാനും കൺവീനർക്കും കൃത്യമായ അഭിപ്രായം പറയാം. UDFിന്റെ നയങ്ങളിലാണ്. പാർലമെന്ററി പാർട്ടിയെ സംബന്ധിച്ച് അത് അഭിപ്രായം പറയേണ്ടയാൾ പ്രതിപക്ഷ നേതാവാണ്. പാർട്ടിയെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടയാൾ KPC പ്രസിഡന്റാണ്. എന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ പ്രവർത്തന നിലയിൽ എന്റെ സംഘടനാ മര്യാദയും അതാണ്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ സാധ്യമല്ല. ശരി, എനിക്കറിയാൻ പരിമിതി. ഒരു കാര്യം, ഈ രാഹുൽ വിഷയം ബോധപൂർവമായി ഭരണപക്ഷം നിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടാൽ, നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടാൽ, അത് സ്വാഭാവികമായി അതൊരു പ്രതിരോധം തീർക്കേണ്ടി വരില്ലേ MLA-മാർക്ക്, സഭയ്ക്കകത്ത് പ്രതിപക്ഷ MLA-മാർക്ക്? നമുക്ക് സ്വാഭാവികം അറിയാം. ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ MLA-മാർ കോൺഗ്രസിന് അംഗസംഖ്യ കുറവാണെങ്കിലും അങ്ങേയറ്റം പരിണിത പ്രതിജ്ഞരും അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരും തീവ്രമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രതികരിക്കാൻ അറിയാവുന്ന ആളുകളുമാണ് കോൺഗ്രസ് MLA-മാർ. പ്രതിപക്ഷ നേതാവിന് തന്നെ 25 വർഷത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉണ്ട്. പ്രതിപക്ഷ നേതാവിന് യുവാക്കളായി വന്നിരിക്കുന്നവർക്ക് പോലും തീവ്രമായ ശക്തമായ പ്രതികരണ ശേഷിയുണ്ട്. നിരവധി പരിചയസമ്പന്നരായ ആളുകൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ആളുകൾ, വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ നിയമസഭയ്ക്കുള്ളിലുണ്ട്, മാത്യു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ അറിയാം. ഇവരെങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ മുമ്പിൽ ഞാൻ നേരത്തെ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, എന്താണ് ജനത്തിന്റെ പ്രശ്നം? രാവിലെ കുളിമുറിയിൽ കുളിച്ചിറങ്ങി അടുത്ത ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമടയുന്നതാണോ കേരളത്തിന്റെ പ്രശ്നം? നമ്മൾ ഒരു കോവിഡ് പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു 80% മരണനിരക്ക് എന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഭയപ്പെട്ടു പോകുന്നത് ഇതാണോ പ്രാധാന്യം? അതോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഗോസിപ്പുകളാണോ പ്രാധാന്യം? കേരളത്തിന് ഏതാണ് പ്രാധാന്യം അറിയിക്കുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിൽ താങ്കളുടെ മുൻഗണനാക്രമം ഏതാണ്? ശരി, ലിജു, താങ്കൾ ദയവായി ഒന്ന് തുടരുക. ഈ ശ്രീ